നിലവിലുള്ള പഠിപ്പിക്കേണ്ടതിൻ്റെ പൊരുളേതെന്നും തിരിച്ചറിഞ്ഞ് വിജയലക്ഷ്മിയും ഗോപാലകൃഷ്ണനും ശേഷിച്ച തങ്ങളുടെ ജീവിതം സാരംഗ് എന്ന അനൗപചാരിക വിദ്യാഭ്യാസ കാർഷിക പരീക്ഷണ സ്ഥാപനത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഗൗതം, കണ്ണകി, ഉണ്ണിയാർച്ച എന്നീ മക്കളോടും അറിവും ആഹാരവും തേടിയെത്തുന്ന പഴങ്കുടി മക്കളോടുമൊപ്പമിരുന്ന് ഇവർ പാവപ്പെട്ടവൻ്റെ മോചനത്തിനായി വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ഒറ്റപ്പെട്ടവൻ്റെ ഇത്തരം സ്വപ്നങ്ങളാവാം നാളത്തെ നമ്മുടെ പ്രതീക്ഷകൾ. വളരെ ആദർശമായിട്ടാണ് എനിക്ക് TTCക്ക് കിട്ടുന്നത്. അപ്പം അതിനു മുമ്പ് കുറച്ച് നാടകവും കുറച്ച് അല്ലറ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ കൗമാര പ്രായത്തിൽ നമുക്ക് സമൂഹത്തിനോടൊക്കെ ഒരു പ്രതിഷേധവും ഒക്കെ ഉള്ള ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് TTC കിട്ടി. TTCക്ക് ഞാൻ പോകുന്നു. അവിടെ വെച്ച് വിജയലക്ഷ്മി കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നിലയ്ക്കുള്ള ഈ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ആരായിരുന്നു വിജയലക്ഷ്മി? വിജയലക്ഷ്മി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. TTCക്ക് വിജയലക്ഷ്മി ഞാൻ ഒന്നിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൾ റിബലായിരുന്നു. ഞാനും ഇത് പറഞ്ഞതുപോലെ എൻ്റെ കൗമാരകാലം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് ഞാനും ഒരു പ്രതിഷേധത്തിൻ്റെ സ്റ്റേജിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ആശയം കൈമാറുന്നതിന് 2 വർഷം സമയം കിട്ടി. ഈ TTCക്ക് 2 വർഷം സമയം കിട്ടി. ഒരാൾക്ക് അന്തസംഘർഷമുണ്ട്, മറ്റൊരാൾക്ക് സമൂഹത്തോട് പ്രതിഷേധമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സമാനതകളുണ്ട്. എന്തായിരുന്നു ആ സമാനതകൾ എന്ന് പറയുന്നത്? കവിത എഴുതും രണ്ടുപേരും കവിത എഴുതും. കലയോട് രണ്ടുപേർക്കും കവിതയോട് താല്പര്യം ഉണ്ടായിരുന്നു. കലയോട് പൊതുവെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റുള്ളവരുടെ വിഷമം കാണുന്നതിൽ ഒക്കെ ഉള്ളൊരു ഒരു സഹാനുഭൂതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ. പിന്നെ ഈ പഴയതിനെ വിമർശിക്കുക, അത് പൊതുവെ എല്ലാ കൗമാരക്കാർക്കുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ TTCക്ക് പഠിക്കുന്ന സമയത്ത് തീരെ പറ്റാത്ത സംഗതികൾ, നമ്മുടെ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിന് പറ്റാത്ത കുറേ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ വിദേശത്ത് നടന്ന കുറേ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളും അതിൻ്റെ ഫലവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ TTCക്ക് പഠിച്ചു പോകുന്നത്. ഇതൊക്കെ പഠിച്ചു നമ്മൾ ഇത് ശരിക്കും കേരളത്തിൻ്റെ സാഹചര്യത്തിലുള്ള ഒരു സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലുമ്പോൾ ഇതൊന്നും അവിടെ ഏക്കാതെ വരുന്നു. പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എനിക്ക് നാടകം ഉണ്ടായിരുന്നു. മിക്കപ്പോഴും ഞാൻ ഈ TTCക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പ്രതിഷേധം മുഴുവൻ ഞാൻ ഈ നാടകത്തിനകത്തോടെ എന്തെങ്കിലും ഒരു നാടകം എഴുതുക, അപ്പോൾ അതിനകത്തൊരു 10 ഡയലോഗ് ചെയ്യുക, പിന്നെ നമ്മൾ അതിനകത്ത് അഭിനയിച്ച് പോവുക, അങ്ങനെയൊക്കെ അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു ഇതായിരുന്നു. അപ്പോൾ അത് TTCക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ദിശ കിട്ടി. കാരണം നമുക്ക് ഇങ്ങനെ പോയാൽ പോലെ ഇപ്പോൾ ഒരു നാടകം എഴുതുന്നു, കവിത എഴുതുന്നു, അത് ആൾക്കാർ കേട്ടു കണ്ടു പോകുന്നു എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് സമൂഹത്തിൽ അതിനകത്തൊരു ചേഞ്ച് വരുന്നില്ല. വരാൻ കുറച്ചൊക്കെ വരുമെന്നുള്ളതല്ലാതെ, പക്ഷേ അതിന് മറ്റ് ചില സാഹചര്യങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാഹിത്യ സൃഷ്ടികൾക്കൊക്കെ സമൂഹത്തിൽ ചലനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പ്രതിഷേധം ഈ നാടകത്തിലൂടെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് TTC കിട്ടുന്നത്. TTCയിലെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദിശാബോധം ഉണ്ടാകുന്നു. ഇങ്ങനെ നാടകത്തിൽ കൂടെ പറയുന്നതിനേക്കാൾ കൂടുതൽ കുറേ കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. സമൂഹത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിച്ച ചില കാര്യങ്ങളിൽ നിന്ന് ചെയ്യാൻ പറ്റും. പഠിച്ചത് അതേപടി പകർത്തുകയല്ല, ഇതിനകത്ത് ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ, നമ്മുടെ നാടിൻ്റെ സാഹചര്യത്തിൽ ചില തിരുത്തലുകൾ ചെയ്താൽ ചോദിക്കട്ടെ, സമൂഹത്തിൽ എന്തിനോടാണ് പ്രതിഷേധിച്ചിരുന്നത്? സമൂഹത്തിൽ പ്രധാനമായിട്ടുള്ള സംഗതി പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം നമുക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. അത് നമ്മളെ ഒരു ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയല്ല, പറയുന്നത് പോലെ പ്രവർത്തിക്കത്തക്ക രീതിയിൽ പലരും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വരുന്നില്ല. ഇത് എന്ത് പറ്റുന്ന വെച്ചാൽ, ഞാനൊരു അച്ഛനാണ്, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളും അത് തന്നെ ചെയ്യും. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു മൂല്യച്യുതിയുടെ ഒരു ഇതായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് സൗകര്യപൂർവ്വം ഒരു മുയലിനെ കാണുന്നു. ഇയാൾ ഈ ഉപയോഗിക്കുന്ന വണ്ടി ഉപയോഗിച്ചിട്ട് ഇതിനെ കൊല്ലുന്നു. ഇവിടെ ഞാൻ ഈ ഒരു തൊഴിൽ ചെയ്യുന്നത്, ഈ തൊഴിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഇതുകൊണ്ട് ഞാനൊരു ജീവിയെ നശിപ്പിക്കില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പഴയ മൂല്യബോധത്തിൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ TTC ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി അടുക്കുന്നു, ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കും. പെട്ടെന്നൊരു തീരുമാനമല്ലത്. ഞങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ചർച്ചകൾ. 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞു. അടുത്തറിയാൻ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മൾ പഠിച്ച തിയറികളൊന്നും
ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നൊരു സമയമുണ്ട്. നമ്മൾ മറ്റ് സ്കൂളിൽ പോയിട്ട് ഇത് പഠിപ്പിക്കുക. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് മറ്റ് സ്കൂളിൽ പോയി നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച ഒരു കാര്യങ്ങളും ഇത് പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് ബോധ്യം വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മൾ ഇതുമായിട്ട് ഒത്തുപോവുക, അല്ലെങ്കിൽ ഇരട്ട ജീവിതം നയിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ പ്രതിഷേധിച്ചിട്ട് നമ്മൾ മറ്റു വഴി കണ്ടെത്തുക. ഇതിൽ ഏതെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒത്തുപോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ഇത് തന്നെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ 2 പേരും ഒത്തുകൂടാനായിട്ട് എന്തൊക്കെ ഒരു ബാഹ്യ പ്രേരണ ഉണ്ടായതുപോലെയോ, അല്ലെ കാലത്തിന് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കാനുള്ള ഒരു കരുവെന്നുള്ള മാത്രം കണക്കൂട്ടിയാൽ മതി. ഞാനത് ആത്മീയതയായിട്ട് പറയുന്നതല്ല. കാരണം ഒരിക്കലും വിജയലക്ഷ്മിയെ കാണാനായിട്ടൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. ഈ TTCക്ക് വന്നില്ലായിരുന്നെങ്കിൽ, TTCക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു സംഗതിയല്ല. അപ്പോൾ ഞാനവിടെ നാടകവും കുറച്ച് കൃഷിപ്പണിയൊക്കെ ആയിട്ട് എൻ്റെ നാട്ടിൽ വെള്ളത്തോൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വളരെയധികം നിർബന്ധിച്ചു, നീ ഇതിന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ട്യൂഷനൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇയാൾ എന്നെ വളരെയധികം നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ TTCക്ക് പോകുന്നത്. TTCക്ക് ഞാൻ വന്നില്ലെങ്കിൽ വിജയലക്ഷ്മി കാണില്ല. അപ്പോൾ വിജയലക്ഷ്മി ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് അവിടെ TTCക്ക് വരുന്നത്. TTC വരാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ TTCക്ക് വരുന്നു. അപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ വിജയലക്ഷ്മി ഞാനും തമ്മിൽ കാണണമെന്ന്, കണ്ടുമുട്ടണമെന്ന്, ഒന്നിക്കണമെന്നും ഏതോ ഒരു ശക്തി നമ്മളെ പ്രേരിപ്പിച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് എപ്പോഴാണ് തോന്നിയത്? ആ സമയത്ത് തോന്നിയതാണോ? അല്ല, അങ്ങനെ അതൊന്നും നമുക്കറിയില്ല. ആ സമയത്ത് നമ്മുടെ ആ ഒരു ചോരത്തിളപ്പുള്ള പ്രായം, പ്രണയത്തിൻ്റെ ഒരു പ്രായമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ. അത് മാത്രമല്ല, ആ സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതിലെന്തോ കാലത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്.